സ്വാഗതം കലോത്സവ വാർത്തകളിലേക്ക്. കലോത്സവം 4 നാൾ. ഔപചാരിക ഉദ്ഘാടനം ആദ്യ ദിനമായിരുന്നില്ല, 2ാം ദിനത്തിലായിരുന്നു. ചലച്ചിത്ര താരം ജയരാജ് വാര്യരായിരുന്നു ഉദ്ഘാടകൻ. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചലച്ചിത്ര താരം ജയരാജ് വാര്യർ നിർവഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനറും വിദ്യാഭ്യാസ ഉപഡയറക്ടറുമായ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, കൂടിയാട്ട കലാകാരൻ വേണുജി, കഥകളി കലാകാരനായ കലാനിലയം രാഘവൻ, അമ്മന്നൂർ പരമേശ്വര ചാക്യാർ, സദനം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. മാനത്തെത്തിയ മഴവിൽ കൊടിയെ മായരുതേ നീ മായരുതേ, നീരത പാളികൾ തോളിലുയർത്തിയ നീല പീലി കാവടിയേ, നീല പീലി കാവടിയേ. ഇന്നലെ രാത്രിയിൽ വെൺതിങ്കൾ കലനിന്ന് മയങ്ങിയ മലമുടിയിൽ വരളും മണ്ണിന് ദാഹം തീർക്കാൻ വാർമഴവില്ലേ നീ വന്നു, വാർമഴവില്ലേ നീ വന്നു. കലോത്സവത്തിന്റെ 2ാം നാളിൽ ഒപ്പന ഉൾപ്പെടെയുള്ള വർണ്ണാഭമായ ഇനങ്ങളായിരുന്നു. തയ്യലാളം തൂമങ്ക ചുങ്കിയാളം തശരീഫിൽ പാടിയാടും നാച്ചിയാളം തനതന ചിന്തും ശീല കതിരുളിലെങ്കും ഹാല. മൈലാഞ്ചി മൊഞ്ചോടെ അണിഞ്ഞൊരുങ്ങി മണവാട്ടിയെത്തി. ഇമ്പത്തിൽ പാട്ടുപാടിയും കൈകൊട്ടിയും സഖിമാർ. വളക്കിലുക്കവും മെയ്ത്താളവും ചേർന്നപ്പോൾ പ്രധാന വേദിയായ ടൗൺ ഹാളിൽ ഒപ്പന കാണാനെത്തിയവരുടെ ഗൽബ് നിറഞ്ഞു. മൈലാഞ്ചി ചന്തത്തിൽ കൈവെള്ള ചോപ്പിൽ മൈലാഞ്ചി, ചോപ്പിൽ മൈലാഞ്ചി ചോർക്കൽ മിഴിയഞ്ചി, ചെമ്പക പൂനിറ മുത്തൊരു പൂങ്കുല മുത്ത് ഹദീജത്ത് മക്കത്തെ ഷകിയ മർത്ത പങ്കിട് മത്തല നീണ്ടത വീണ്ടും നസിഹത്ത്, വീണ്ടും നസിഹത്ത് വല്ലൽ റസൂലത്ത് വല്ലിക നല്ലൊരു ചൊല്ലുക ചൊല്ലിട ഹക്കീം കലിമത്ത്. 6ാം നമ്പർ വേദിയായ LF സ്കൂളിലായിരുന്നു പരിചമുട്ടുകളി. യഥാർത്ഥ വാളും പരിചയവുമായി ആവേശം വാനോളമുയർത്തിയ പരിചമുട്ടുകളി ചടുലമായിരുന്നു. പരിചമുട്ടുകളിക്ക് പിന്നാലെ ചവിട്ട് നാടകവും 6ാം നമ്പർ വേദിയിലായിരുന്നു. മിന്നുന്ന വേഷങ്ങളിൽ രാജാവും മന്ത്രിയും ഭടന്മാരും അടങ്ങാത്ത ആവേശത്തോടെ ചടുല ചുവടുകളുമായി വേദിയെ ത്രസിപ്പിച്ചു. മൂന്നാം നമ്പർ വേദിയിലായിരുന്നു ഗോത്ര നൃത്തങ്ങളായ പനയ നൃത്തവും ഇരുളു നൃത്തവും. ചുരമിറങ്ങിയെത്തിയ ഗോത്ര നൃത്തരൂപങ്ങൾ അതിമനോഹരമായിരുന്നു. വേദി 7-ലായിരുന്നു മോണോ ആക്ട് മത്സരം. മിമിക്രി മത്സരവും വേദി 7-ലായിരുന്നു.
കൊരങ്ങന്റെ പോലുണ്ടല്ലോടാ കാട്ടുവാസി. ദംബ്രാ, ദംബ്രാ, പസിക്കത് ദംബ്രാ, പസിക്കത്. ഹായ്, നിനക്ക് വിശപ്പിന്ന് കാട്ടുവാസി. എങ്കിലേ നീ ഇത് കുടിച്ചോടാ. എന്താണ് ഇവിടെ നടക്കുന്നത്? ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കേരള നടന മത്സരം ഡോൺ ബോസ്കോയിൽ 4-ാം നമ്പർ വേദിയിലായിരുന്നു. ജയ ജയ പാപ വിമോചന ബാല വിലോചന പാവന ഗംഗാധരവോ മൃഗാസുരൻ ഘോരതപം ചെയ്തു പന്നഗഭൂഷണനെ സംപ്രീതനാക്കി. വ്യാപാര ഭവൻ ഹാൾ വേദിയിലായിരുന്നു ശാസ്ത്രീയ സംഗീത മത്സരം. ഓടക്കുഴൽ, വയലിൻ, വീണ, ഗിറ്റാർ, തബല, മദ്ദളം, മൃദംഗം ഇനങ്ങളിലും 2-ാം നാളിൽ മത്സരങ്ങൾ നടന്നു. പാറമേക്കാവ് വിഭാഗത്തിന്റെ ഇലഞ്ഞിത്തറ മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ കൊച്ചുമകൻ ഉൾപ്പെട്ട സംഘത്തിന് ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ 1-ാം സ്ഥാനം. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ കൊച്ചുമകനും സംഘവും ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ 1-ാമതെത്തി. അനിയന്മാരാരുടെ മകൻ മനോജിന്റെ മകനായ അഭിനന്ദ് മാരാരും സംഘവുമാണ് വിവേകോദയം സ്കൂളിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഇടന്തലയിൽ അഭിനന്ദ് മാരാരും ആഗ്നേയും കൊട്ടിക്കയറിയപ്പോൾ വലന്തലയിൽ ശ്രീഹരിയും ശ്രീരാഗും, ഇലത്താളത്തിൽ പ്രയാഗും, കൊമ്പിൽ മണികണ്ഠനും, കുഴലിൽ ദേവും ഒപ്പം ചേർന്നു. ചെണ്ടയിൽ പാറമേക്കാവ് ആദർശ്, കുഴലിലും കൊമ്പിലും പട്ടിക്കാട് അജി എന്നിവരായിരുന്നു ഗുരുക്കന്മാർ. ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേളത്തിലും വിവേകോദയത്തിനായിരുന്നു 1-ാം സ്ഥാനം. ഒരേ ക്ലാസ്സിലെ കൂട്ടുകാരികൾക്ക് വ്യത്യസ്ത ഭാഷകളിൽ പദ്യം ചൊല്ലലിൽ 1-ാം സ്ഥാനം. ക്ലാസ്സിലേക്ക് ഇരട്ടി മധുരം. കലോത്സവത്തിൻ്റെ ആദ്യ ദിനത്തിലെ 2 വിജയികളുണ്ട്. 2 പേർക്കും ഒറ്റ പ്രത്യേകതയുമാണ്. ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പേര് 2 വിഭാഗങ്ങളിൽ 1-ാം സ്ഥാനത്തോടെ സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കുകയാണ്. ഒന്ന് തമിഴ് പദ്യം ചൊല്ലലിൽ 1-ാം സ്ഥാനവും ഒപ്പം തന്നെ ഹിന്ദി പദ്യം ചൊല്ലലിൽ 1-ാം സ്ഥാനവും. എൻ്റെ പേര് കാവ്യ, ഞാൻ സെൻറ് അഗസ്റ്റിൻ സ്കൂളിലാണ് പഠിക്കുന്നത്, +2 പഠിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം നല്ല ടഫായിരുന്നു, പക്ഷെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. வாழ்க்கை என்பது சூதாடி பெறுவதல்ல, போராடி பெற வேண்டிய ஒன்று. இங்கு பெரும்பாலான இளைஞர்கள் வாழ்க்கை என்பது பூ பள்ளக்கிலே புறப்பட்டு வரும் என்று எதிர்பார்த்து கொண்டிருக்கிறார்கள். இல்லை, நிச்சயமாக இல்லை. வாழ்க்கைக்கு இன்னொரு பெயர் தேடல். இந்த தேடல் தான் உனது முதற்படி. நீ சிந்திப்பதிலிருந்து அல்ல, பலவற்றை சந்திப்பதிலிருந்து தான் இந்த தேடல் ஆரம்பிக்கும். வாழ்க்கை என்பது സൂതാടി പെറുവതല്ല, പോരാടി പെറ വേണ്ടിയ ഒന്ന്. ജാനകി. ആദ്യമായിട്ടാണോ? അതെ, ഞാൻ ആദ്യമായിട്ടാണ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സംസ്ഥാന തലത്തിലേക്ക് പോകുമ്പോൾ ഇത്തവണ തൃശ്ശൂരിലാണ് മത്സരം നടക്കുന്നത്. ആ ഒരു ആവേശമുണ്ടോ? തീർച്ചയായിട്ടും. കൂട്ടുകാരിക്ക് 1-ാം സ്ഥാനം തമിഴ് പദ്യങ്ങളിൽ കിട്ടിയിരിക്കുന്നു. എങ്ങനെ രണ്ടുപേരുടെയും ആ ഒരു സന്തോഷം എത്രത്തോളം? ഞങ്ങൾ അതിനെ ഞാൻ ആഗ്രഹിച്ചതും അന്നോട്ട് ഞങ്ങൾ വിചാരിച്ചതും അങ്ങനെ ഒന്നിച്ച് കിട്ടണം തന്നെയായിരുന്നു. അപ്പോൾ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. മത്സരങ്ങൾ കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റിയില്ല, ഒരേ സമയത്തായിരുന്നു. 2ഉം 11 മണിക്കായിരുന്നു, 2ഉം ഒരേ സമയത്ത് നടന്നേ. പക്ഷെ കാണാൻ പറ്റിയില്ല. ഒന്നിച്ച് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്? അല്ല, ഞാൻ 10ാം ക്ലാസ്സിൽ മുന്നേ പോയിട്ടുണ്ട്, സ്റ്റേറ്റിന് പോയിട്ടുണ്ട്. അന്ന് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു, സ്റ്റേറ്റ് ലെവലിൽ പോയിരുന്നു. അന്ന് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു.
ഇന്ന് തിരിച്ചു പോകാൻ പറ്റുന്നതിൽ വളരെയധികം സന്തോഷമാണ്. आपने उनसे आधी रात में खाना बनवाया, 20 आदमियों का खाना बनवाया, ज्ञात अज्ञात स्त्रियों का उदाहरण पेश करते हुए गाना बनवाया. कई बार आंखें दिखाकर, कई बार लाद लगाकर और फिर स्त्रियों चित्तहराकर आप चीखे उफ इतना नमक, और भूल गई उन आंसुओं को जो जमीन पर गिरने से पहले गिरते रहे तश्तरियों में कटोरियों में. ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരേ സ്കൂളിൽ നിന്നും വന്ന് സംസ്ഥാന തലത്തിലേക്ക് ജില്ലയെ പ്രതിനിധീകരിക്കാൻ ഭാഗ്യം കിട്ടിയ രണ്ട് കൂട്ടുകാരികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം അവരുടെ വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ക്യാമറമാൻ രാകേഷ് പെരിഞ്ഞനത്തിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. കാൽനൂറ്റാണ്ടായി കലോത്സവത്തിന്റെ അരങ്ങിലും അണിയറയിലും ഉണ്ണികൃഷ്ണനുണ്ട്. അടുത്ത വാർത്ത ഉണ്ണികൃഷ്ണനെ കുറിച്ചാണ്. മാള വലിയപറമ്പ് സ്വദേശിയായ വെളക്കത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നിറസാന്നിധ്യമാണ്. നാടകങ്ങളുടെ രംഗപടമൊരുക്കലാണ് പ്രധാന ചുമതലയെങ്കിലും സംവിധാനവും നിർവഹിക്കാറുണ്ട്. കോളേജുകൾ, സ്കൂളുകൾ, പിന്നെ മറ്റ് സമാജ സംഘടനകൾ, ഇതിനൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. 2000 മുതൽ സ്കൂൾ കോളേജ് നാടകങ്ങൾക്ക് സ്റ്റേജിലെ രംഗപടമൊരുക്കുന്നു. 4 വർഷം മുമ്പ് സംഗീത നാടക അക്കാദമിയുടെ സെറ്റ് തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിവിധ വിഭാഗങ്ങൾക്കായി 11 നാടകങ്ങൾക്കാണ് രംഗപടമൊരുക്കിയത്. ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ 5 നാടകങ്ങളുടെ ചുമതലയുണ്ട് ഉണ്ണികൃഷ്ണനെ. CBSE സംസ്ഥാന കലോത്സവത്തിൽ കട്ടപ്പനയിലെ സ്കൂളിന്റെ നാടകത്തിനാണ് രംഗസജ്ജീകരണം ചെയ്തത്. ഇതിനോടകം 300ഓളം സ്കൂളുകൾക്ക് നാടകത്തിനായി രംഗപടമൊരുക്കിയിട്ടുണ്ട്. പണിയനൃത്തവും ഇരുളുനൃത്തവും ഗോത്ര കലകളാണ്. ഈ 2 നൃത്തരൂപവും കലോത്സവ വേദിയിലെത്തിയിട്ട് അധികം നാളായിട്ടില്ല. കഴിഞ്ഞ വർഷം മാത്രമാണ്. പണിയനൃത്തം ഏറെ ആസ്വാദികരമായിരുന്നു. ഈ കലോത്സവത്തിലെ 2ാം നാളിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ഈ പണിയനൃത്തം. കലോത്സവ വേദിയിൽ 2ാം ദിനത്തിന്റെ പകലിന് വരവേറ്റത് ചുരമിറങ്ങി വന്ന് തുടിതാളമുയർത്തിയ പണിയനൃത്തമാണ്. വയനാടൻ മണ്ണിന്റെ തനത് ഗോത്ര കലാരൂപമായ പണിയനൃത്തം ആദിവാസി സമൂഹത്തിന്റെ സാംസ്കാരിക തനിമയും ജീവിതരീതിയും വേഷപ്പകർച്ചയും അതേപടി വേദിയിലെത്തിച്ചപ്പോൾ കാണികൾക്ക് അത് നവ്യാനുഭവമായി. മണ്ണും പ്രകൃതിയും ജീവിതവും സംഗമിക്കുന്ന ഈ ദൃശ്യവിസ്മയം കലോത്സവത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. താളത്തിലെ ചടുലതയും ഈണത്തിലെ പുതുമയുമാണ് പണിയനൃത്തത്തെ പ്രിയങ്കരമാക്കിയത്. കഴിഞ്ഞ വർഷം മുതലാണ് സ്കൂൾ കലോത്സവത്തിൽ പണിയനൃത്തം മത്സര ഇനമായത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 10 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12 ടീമുകളുമാണ് മാറ്റുരച്ചത്. പരിചമുട്ടുകളി കാണാൻ ഇമ്പമാണ്, ചടുലമായ നീക്കങ്ങൾ. പക്ഷേ നല്ല മെയ്വഴക്കം വേണം. അത് മാത്രമല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ ചോര വരും. മലബാറിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ തനത് കലാരൂപമാണ് പരിചമുട്ടുകളി. വാളും പരിചയും കൈയിലേന്തി വട്ടത്തിൽ ചുവടുവെച്ച് കളരി അഭ്യാസങ്ങളുടെ മാതൃകകൾ ദ്രുതതാളത്തിൽ അവതരിപ്പിച്ചത് വേദിയിൽ ആവേശം നിറച്ചു.
പാട്ടിന്റെ ഈരടികളും കൈത്താളങ്ങളും കുട്ടികളുടെ പ്രകടനത്തിന് കൂടുതൽ കരുത്തേകി. മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾ ഓരോ ചൂടിലും താളത്തിലും മികച്ച ഏകോപനം കാഴ്ചവെച്ചു. വാൾ വീശുന്നതിലെ കൃത്യത, പരിചയുടെ ചലനങ്ങൾ, ഗ്രൂപ്പ് ഐക്യം എന്നിവ പ്രേക്ഷകരുടെ കയ്യടി നേടി. അസാമാന്യമായ മെയ്വഴക്കത്തോടെയാണ് വിവിധ ടീമുകൾ തങ്ങളുടെ പ്രകടനം വേദിയിലെത്തിച്ചത്. തുതിപ്പാലും പതിപാലും ഞങ്ങൾക്കിന്ന് കാരുണ്യം തന്നിടണേ അമ്മ മാതാവേ ദുർഗേ, കാരുണ്യം തന്നിടണേ അമ്മ മാതാവേ ദുർഗേ. ഇരിങ്ങാലക്കുടയിൽ അയ്യങ്കാവ് മൈതാനത്തിലായിരുന്നു കലോത്സവത്തിന്റെ 2ാം നാളിലായിരുന്നു ബാൻഡ് വാദ്യ മത്സരം. പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വേദി എന്ന് പറഞ്ഞാൽ അത് ചവിട്ട് നാടക വേദിയാണ്. സ്റ്റേജ് കുലുങ്ങുമാറ്, സ്റ്റേജ് ചവിട്ടി വീഴ്ത്തണം എന്നുള്ള രീതിയിൽ ചവിട്ടണം എന്നായിരുന്നു അത്രേ ആശാന്മാർ പഠിപ്പിച്ചിരുന്നത്. കലോത്സവത്തിലെ 2ാം നാൾ ചവിട്ട് നാടകവേദി ശരിക്കും ചവിട്ടി തകർത്തു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഷം, അതിവേഗമുള്ള നീക്കം, സ്റ്റേജ് കുലുങ്ങുന്ന ചവിട്ടുകൾ. കലോത്സവത്തിലെ തീപാറുന്ന ഇനമാണ് ചവിട്ട് നാടകം. പഴയ റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ് ചവിട്ട് നാടകത്തിലെ കഥാപാത്രങ്ങൾ. വളരെയധികം പരിശീലനം വേണം ഈ കലാരൂപം അവതരിപ്പിക്കാൻ. ഒരു അവതരണം കഴിയുമ്പോഴേക്കും മത്സരാർത്ഥികൾ ക്ഷീണിച്ചവശരാകും. വേഷം വർണ്ണാഭമാണ്, പക്ഷേ ചിലവ് ചില്ലറയല്ല. കൊച്ചി ഭാഗത്ത് ഉരുത്തിരിഞ്ഞ ഈ കലാരൂപം മികവോടെ കാണണമെങ്കിൽ കലോത്സവ വേദിയിലെത്തണം എന്നായിട്ടുണ്ട്. വേദിയെയും സദസ്സിനെയും ഒരുപോലെ പ്രകമ്പനം കൊള്ളിക്കുന്ന ചവിട്ടുനാടകം കലോത്സവം 2ാം നാളിലെ ശ്രദ്ധേയമായ ഇനമായി മാറി. ഒരുപാട് ഇനങ്ങളുണ്ട് കലോത്സവത്തിൽ. എല്ലാ വേദികളിലേക്കും കാണാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാവർക്കും എത്താനാവില്ല. ഒരു വേദി ട്രിപ്പിൾ ജാസ്, അധികം കാണികളൊന്നും ഉണ്ടാകില്ല, പക്ഷേ ആവേശഭരിതമായിരുന്നു വേദി.
ഉണ്ണായി വാര്യർ കലാനിലയത്തിലെ വേദി 15-ലാണ് ട്രിപ്പിൾ ജാസ് അരങ്ങേറിയത്. ആദ്യം ഹൈസ്കൂൾ വിഭാഗമായിരുന്നു അരങ്ങേറേണ്ടിയിരുന്നത്. എന്നാൽ ഒരു മത്സരാർത്ഥി പോലും പങ്കെടുക്കാൻ ഇല്ലാത്തതിനാൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാനത്തെത്താൻ ഇക്കുറി ആരുമില്ലാതായി. പിന്നീട് വേദിയിലെത്തിയ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരാർത്ഥികൾ തങ്ങളുടെ ഊഴം ഗംഭീരമാക്കി. കൈകാലുകൾ ഒരുപോലെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്നതും താളത്തിന് ഏറെ പ്രാധാന്യം വേണ്ടതുമായ ട്രിപ്പിൾ ജാസിൽ മൾട്ടി ടാസ്ക് കഴിവ് പ്രധാനമാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാറ്ററിയിക്കാൻ എത്തിയത് 8 മത്സരാർത്ഥികളാണ്. ഇതിൽ 2 പേർ പെൺകുട്ടികളുമായിരുന്നു. വേഗവും താളവും ഒരുപോലെ പ്രകടമായ ട്രിപ്പിൾ ജാസ് വേദി കലാനഗരിക്ക് സമ്മാനിച്ചത് ഉത്സവാവേശമാണ്. നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് പ്രതിഭകൾക്ക് മികച്ച പിന്തുണ നൽകിയത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. സ്കൂൾ കലോത്സവം എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥികൾക്ക് അതൊരു സ്വപ്നമാണ്. അതിനായി എന്തു വേദനയും സഹിക്കും. വൈകിയും വേദന സഹിച്ചു. വേദന സഹിച്ച് കേരള നടനത്തിൽ ചുവടുവെച്ചപ്പോൾ വൈകിയുടെ കൂടെ പോന്നു 1-ാം സ്ഥാനം. വേദനയുടെ മുഖഭാവം മറന്ന് ആവേശം ചോരാത്ത നിശ്ചയദാർഢ്യത്തോടെ കേരള നടനത്തിൽ വൈഗ ആടി തീർത്തത് മിന്നും പ്രകടനമായിരുന്നു. ബ്രഹ്മകുളം സെന്റ് തെരേസാസ് GHSSലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഇടത് കൈയുടെ വിരലിലേലിന് പൊട്ടലുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവത്തിനിടയിൽ വേദിയിൽ കൈകുത്തിയപ്പോൾ സംഭവിച്ച അപകടത്തെ തുടർന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രാക്ടീസിനിടയ്ക്കാണ് എനിക്ക് എൻ്റെ കയ്യിന് ഇത് സംഭവിച്ചത്. അപ്പോൾ സബ് ജില്ല കളിക്കാൻ പറ്റുമെന്ന് ഭയങ്കര സംശയമായിരുന്നു. ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റർ ഇടണമെന്ന്. അപ്പോൾ പറഞ്ഞു എന്താ പറയുക, സബ് ജില്ല ആയതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ഇങ്ങനെ കളിക്കണം, പക്ഷേ കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളിക്കുമ്പോഴായാലും പേടിയുണ്ടായിരുന്നു. പക്ഷെ സബ് ജില്ലയിൽ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. കൈൻ്റെ വേദന ഒന്നും ശ്രദ്ധിക്കാണ്ട് ചെയ്യാൻ പറ്റി. അതിലേക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അത് ജില്ല വരെ എത്തി നിൽക്കുന്നു. പിന്നീട് ഉപജില്ലയിൽ കേരള നടനം, മോഹിനിയാട്ടം എന്നിവയിൽ 1-ാം സ്ഥാനം നേടിയതോടെ ജില്ലയിലേക്കുള്ള മത്സരത്തിന്റെ പരിശീലനം തുടങ്ങിയപ്പോൾ വേദന മറക്കേണ്ടി വന്നു. പരിശീലനത്തിന്റെ ഓരോ ദിവസവും വേദന കൂടിയിരുന്നു. ഈ വേദനയെക്കാളും വലുത് തന്റെ കലാരംഗത്തെ സ്വപ്ന സാക്ഷാത്കാരമെന്ന തിരിച്ചറിവിലാണ് വൈഗ വേദിയിലെത്തിയത്. സ്കൂൾ കലോത്സവം അത് ജില്ലാ കലോത്സവമാണെങ്കിലും സംസ്ഥാന കലോത്സവമാണെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഏത് ജില്ലയിൽ നടന്നാലും ഏറെ ജനപ്രീതി ആർജിച്ച ഒരു ഇനമുണ്ട്, അത് ഒപ്പനയാണ്. കലോത്സവത്തിൻ്റെ 2-ാം നാളിലായിരുന്നു ഒപ്പന. മൊഞ്ചത്തിമാർ ചുവടുവെച്ച ആ ഒപ്പനവേദിയിലെ കഥയിലേക്ക്. കൊതി പൊങ്കി പാരിടത്തിൽ തിര പോലെ കൊതി പൊങ്കി പാരിടത്തിൽ തിര പോലെ ദിവാനിടത്തിൽ അതിച്ചിടങ്ങിരുന്നവർ തിരുദസിംഗസരകം കാണുവാൻ തരമായി ജിന്നുകൾ നിരയായി. പ്രധാന വേദിയായ ടൗൺ ഹാളിലായിരുന്നു കലോത്സവങ്ങളിലെ ജനപ്രിയ ഇനങ്ങളിലൊന്നായ ഒപ്പന അരങ്ങേറിയത്. പരമ്പരാഗത വേഷവിധാനങ്ങളോടെ മണിക്കൂറുകൾ നീണ്ട അണിഞ്ഞൊരുങ്ങലുകൾ. ചെറുതായിട്ട് മേക്കപ്പ്കാർക്കൊക്കെ എല്ലാം കൂടി 3 മണിക്കൂർ. മണവാട്ടിയും ഇവരെല്ലാവരും കൂടിയിട്ട് മണവാട്ടിയും സഖിമാരുമായി വേഷപ്പകർച്ച നടക്കുമ്പോൾ പോലും പലരും കൈകൊട്ടി പാട്ടുപാടി ചുവടുകൾ ഹൃദ്യസ്ഥമാക്കുന്നതും ഗ്രീൻ റൂമുകളിലെ പതിവ് കാഴ്ചയായി. ഒരുക്കങ്ങൾക്ക് ശേഷം പിന്നെ കാത്തിരിപ്പാണ്. തങ്ങളുടെ ഊഴത്തിലേക്കുള്ള ദൈർഘ്യം മറ്റ് സംഘങ്ങളുടെ പ്രകടനം വീക്ഷിച്ചായിരുന്നു മിക്ക മൊഞ്ചത്തിക്കൂട്ടങ്ങളും തള്ളി നീക്കിയത്. ഒടുവിൽ അരങ്ങിലെത്തിയ സംഘങ്ങൾ താളത്തിൽ കൈകൊട്ടിപ്പാടി ആടിത്തിമിർത്തു. മണവാട്ടിയുടെ നാണവും സഖിമാരുടെ കളിച്ചിരികളുമെല്ലാം ഒപ്പനവേദിയെ വിരുന്നൂട്ടി. ആദ്യമായി എത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച സംഘങ്ങൾക്ക്
നിറഞ്ഞ സംതൃപ്തിയാണ് വേദി സമ്മാനിച്ചത്. കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്, അല്ലാതെ ഹയർ സെക്കൻഡറി ആദ്യം ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ആദ്യ അവസാനം വരെ നിറഞ്ഞു കവിഞ്ഞ സദസ്സും ഒപ്പനവേദിയെ സജീവമാക്കി. കലോത്സവ നഗരിയിൽ ആവേശത്തിനൊപ്പം ജനപ്രിയ ഇനമായ ഒപ്പന കാണികളെ പിടിച്ചിരുത്തുന്നതായി. അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിൽ മണവാട്ടി സംഘങ്ങളും മാറ്ററിയിച്ചാണ് മുന്നേറിയത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഹയർ സെക്കൻഡറി നാടകത്തിൽ മറ്റം സെൻറ് ഫ്രാൻസിസ് സ്കൂളിന് 1-ാം സ്ഥാനം. വെറുതെ 1-ാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിലേക്ക് പോവുകയല്ല, മികച്ച നടനും ഇക്കൂട്ടത്തിലുണ്ട്. ഈ ജാതി ജാതി എന്നൊക്കെ വെച്ചാലേ ഈ ജാതിക്കകത്തോട്ടല്ല എന്താലേ ഹാസ്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ചില പൊങ്ങന്മാരാണ് ഇവിടെ നിൽക്കണത്. അല്ല പൊങ്ങന്മാര് മാത്രല്ല, ചില പൊങ്ങത്തികളോടൊക്കെ ഉണ്ട്. മുത്തപ്പൻ പറഞ്ഞു വന്നത് ജാതി ഉണ്ടെന്നൊരു വിദ്വാൻ, ജാതി ഉണ്ടെന്ന് മറ്റൊരു വിദ്വാനെ കുടിക്കണ വെള്ളത്തിൽ വരെ ജാതി വെക്കണ കാല. അഭിനയകലയുടെ പകർന്നാട്ടം നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം നാടകത്തിൽ അവിസ്മരണീയ വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂൾ. സംഘം അവതരിപ്പിച്ച ചാവു സാക്ഷ്യമാണ് ഫസ്റ്റ് എ ഗ്രേഡോടെ സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് അരങ്ങിലെത്തുക. ഇതിനു പുറമെ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച PM മിഥുൻ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഇരട്ടി സന്തോഷമായി. നല്ല സന്തോഷമുണ്ട്. ഇപ്പൊ പ്രതീക്ഷിച്ചില്ല നമ്മള് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. കഴിഞ്ഞ തവണ കുന്നോളം സബ് ജില്ലയിൽ ബെസ്റ്റ് ആക്ടറായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെയും കിട്ടിയതിന് പല സന്തോഷമുണ്ട്. അല്ല ആളെ കിട്ടി വിദ്യാലയം കണ്ടറിയാമോ? 2 ഊതിയാണോ ജവാനടിക്കുന്ന കുരിശ് നിൽക്കുന്നത് എന്താ ഇരിപ്പൊക്കെയാ രാജ്യസ്നേഹിയ. ആദ്യമായാണ് സ്കൂൾ സംസ്ഥാന തലത്തിൽ മാറ്ററിയിക്കാനെത്തുന്നത്. ജാതീയതയ്ക്കിരയായി ആത്മഹത്യ ചെയ്യപ്പെടുന്ന ദളിത് യുവാവിന്റെ ജീവിതമാണ് ചാവു സാക്ഷ്യം വേദിയിലെത്തിച്ചത്. അമ്പലത്തിലെ എലത്താളം കൊട്ടാൻ സമ്മതിക്കാതെ വരുന്ന ഒരു ദളിത് യുവാവിൻ്റെ ആത്മഹത്യ, അതായിരുന്നു നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത്. കുട്ടികളെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടാണ് നമ്മൾ ട്രെയിനിങ് സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നതും ഉടൻ തന്നെ നമ്മൾ പ്രാക്ടീസിലേക്ക് കടക്കുന്നതും അങ്ങനെ തന്നെയാണ്. അഭിനയ മികവും തികവും സമന്വയിച്ച നാടകം കാണികളുടെ കയ്യടിയും നേടി. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളെ അവരെ ഏറ്റെടുത്തുന്നു. നന്നായിട്ട് ഒരു വിഷയം എടുക്കുമ്പോൾ അവർക്കത് സൂട്ടാണ്. അതുകൊണ്ടാണ് അവരത്രയും നല്ല നമുക്കത് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ബാബു വയലത്തൂർ രചന നിർവഹിച്ച നാടകം അണിയിച്ചൊരുക്കിയത് അനീഷ് ആളൂർ, നവിൻ പയൻ എന്നിവർ ചേർന്നാണ്. ദേവനന്ദ, അർച്ചന, ഭാഗ്യലക്ഷ്മി, തീർത്ത, സൂരജ്, അലൻ, ഡേവിഡ്, എബിൻ എന്നിവരാണ് വേഷപ്പകർച്ച നടത്തിയ മറ്റ് അഭിനേതാക്കൾ. പുറപ്പെടുന്നേ ഞങ്ങൾ, പുറപ്പെടുന്നേ, പുറപ്പെടുന്നേ ഞങ്ങൾ, പുറപ്പെടുന്നേ. തലപ്പാവുകൾ ഉയരട്ടെ, വില്ലുവണ്ടികൾ പാറട്ടെ, പുറപ്പെടുന്നേ ഞങ്ങൾ, പുറപ്പെടുന്നേ. അപ്പം സംഘം പുറപ്പെടുകയാണ്. മറ്റെങ്ങോട്ടുമല്ല, സാംസ്കാരിക നഗരിയിലേക്കാണ്. ഇക്കുറി സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടി തൃശ്ശൂരിന് അഭിമാനമാകാനുള്ള ആ ഒരു ജൈത്രയാത്രയിലാണ് മറ്റത്തെ ഈ ചുണക്കുട്ടികൾ. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. ഇനി കലോത്സവ വേദിയിൽ നിന്ന് TCV ക്യാമറമാൻ ആഷിഖ് പകർത്തിയ ഒരു റീൽ കാണാം. കലോത്സവം സമഗ്രമായി തന്നെ TCV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. കലോത്സവം വിവിധ വേദികളിൽ നിന്നും തത്സമയം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന മത്സരങ്ങൾ തത്സമയം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നു. ഒപ്പം തന്നെ സമഗ്രമായ കലോത്സവ വിശേഷങ്ങളുമായി കലോത്സവ വാർത്തകളും. കലോത്സവത്തിൻ്റെ 2-ാം ദിന വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. ഗുഡ് ബൈ.